ഞാനും എൻ്റെ മക്കളും അങ്ങേരും കൂടെ എത്ര യാത്ര ചെയ്ത കാറാ. എനിക്കിപ്പോ ഈ കാറൊന്നും കാണാനും പറ്റാതായല്ലോ ദൈവമേ. ഓറഞ്ചാന്ന് എനിക്ക് മനസ്സിലായി. കണ്ണ് കാണില്ലല്ലോ എന്ന് വിചാരിച്ചു പറഞ്ഞതാ. കണ്ണ് കാണാണ്ട് മൂക്കൊണ്ട് പറയാൻ പറ്റില്ല ഓറഞ്ചാന്ന്. പിന്നെ കണ്ണ് കാണുന്ന ആളാണോ മോത്തേക്ക് തുപ്പിയത്? പിന്നെ നീ പോടുന്നത് ഇതെന്റെ അച്ഛമ്മ. അച്ഛമ്മേനെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ഞാനല്ലേ ചേച്ചി, നീ മാറി. അനിയത്തിമാർക്ക് എന്താ നോക്കിക്കൂടെ? മാറടിയോ, ഞാനാണ് ചേച്ചി, ഞാൻ നോക്കിക്കോളാം. നേരത്തെ എന്തൊക്കെയാ പറഞ്ഞത്? അച്ഛമ്മ അല്ല പറയണ ശരി, അമ്മയാണ് പറയണ ശരി. ഇപ്പൊ എന്തോ പറ്റി? നീ അങ്ങനെ പറഞ്ഞോടി. അത് അച്ഛമ്മ, എനിക്ക് അപ്പൊ തോന്നിയ അമ്മ പറയണതാ ശരിയെന്ന്. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായ അച്ഛമ്മ പറയണത് തന്നെയാണ് ശരിയെന്ന്. ഇപ്പെങ്കിലും നിനക്ക് തോന്നിയല്ലോ അച്ഛമ്മ ശരിയെന്നു. അച്ഛമ്മ എനിക്ക് പണ്ടേ തോന്നിയതാ. അച്ഛമ്മ ഞാൻ നോക്കിക്കോളാം. ഓറഞ്ചും കൊട്ടാടി. വേണ്ട, ഞാൻ നോക്കിക്കോളാം. എന്നാ അച്ഛമ്മ? ഞാൻ കൊടുത്തോളാം. അച്ഛമ്മക്ക് ഓറഞ്ച് അതിങ്ങി അന്നേ പൊടി. നിനക്ക് ഓറഞ്ച് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അച്ഛമ്മ കഴിക്കച്ഛമ്മ ഞാൻ നോക്കിക്കോളാം. നീ പൊടിയാണ്, ഞാൻ നോക്കിക്കോളാം. എന്റെ ചേച്ചി കൊറേ സോപ്പിടല്ലേ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഞാനാണ് ചേച്ചി, ഞാൻ നോക്കിട്ട് നീ നോക്കിയാ മതി. നിങ്ങൾ രണ്ടാളും എന്നെ നോക്കണ്ട, എന്നെ നോക്കാൻ എന്റെ മരുമോളുണ്ട്. പിന്നെ പുഷ്പ നോക്കിയിരുന്ന. ആ, എനിക്ക് ഈ വീട്ടിൽ എന്നോട് സ്നേഹമുള്ള അവള് മാത്രമേ ഉള്ളൂ. അവളെന്നെ നോക്കിക്കോളൂ. നീയൊന്നും എന്നെ നോക്കണ്ടടി. പുഷ്പനെ ഒന്ന് സോപ്പിടാം, അല്ലെങ്കിൽ പിന്നെ ആകെ ഇടങ്ങാറാവും. നേരെ പോ. ആ, ഇപ്പൊ നിനക്ക് സമാധാനായില്ല? ആ, സമാധാനായി. ആണോ? ഇതും കൂടി ഇരിക്കട്ടെ. പറട്ടെ ചേച്ചി, പോടി. എങ്ങോട്ടാ പോയേ? മോളെ പുഷ്പേ, പുഷ്പേ, എടേ പുഷ്പേ. എന്നാ അമ്മ എങ്ങനെ വിളിച്ചു പോകുന്നേ? ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അമ്മയുടെ വിളി കേട്ടിട്ട് ഇപ്പൊ ഇവിടെ വന്നതേ ഉള്ളൂ. ആ, നീ ഇത് കണ്ടോടി. അന്നാ അത് സാരിയല്ലെന്നാ? ഇതാ ബനാറസ് സാരിയേക്കാളും വില കൂടിയ സാരിയാ. സരിത കൊടുക്കാനായിരിക്കും. സരിതയ്ക്കൊന്നും അല്ല, പിന്നെ നിനക്ക് തരാനാ. അന്നാ ഇപ്പൊ അങ്ങനെ ഒരു മനസ്സ് മാറ്റം? മനസ്സ് മാറിയൊന്നും അല്ലടി. പിന്നെ നീയാടി ശരി. ശരിക്കും കാഴ്ച പോയപ്പോങ്കിലും മനസ്സിലായല്ലോ. എൻ്റെ അലമാരിയിലേ ഒരുപാട് സാരിയുണ്ട്, ഒക്കെ നിനക്ക് തരാം. ഓ, എനിക്ക് അങ്ങനെ സാരിയൊന്നും വേണ്ടായിരുന്നു. വേണ്ടേ? ആ, വേണ്ടെങ്കിൽ വേണ്ട. അല്ല, ഞാനൊരു ഇങ്ങനെ ഒരിക്കലും പറഞ്ഞതാ അമ്മേ. അല്ല, എല്ലാ സാരിയും കൂടി എനിക്ക് വന്നാ പിന്നെ അമ്മക്ക് സാരി വേണ്ടേ? ഓ, ഈ കണ്ണ് കാണാൻ മേലാത്ത ഞാൻ ഇനി ഈ സാരിയൊക്കെ കൊടുത്ത് എവിടെ പോകാനടി കുഞ്ഞേ? കണ്ണ് കാണുന്നില്ലെങ്കിലും ഉടുതുണി വേണ്ട അമ്മേ. ഇന്നോ നാളെയോ പോകാനിരിക്കുന്ന ഞാൻ എന്തിനാടി ഉടുതുണി ഉടുക്കുവോ ഉടുക്കാതിരിക്കുവോ എനിക്കറിയേണ്ട ആവശ്യമുണ്ടോ? ഒക്കെ നിനക്ക് തന്നേക്കാം. അപ്പൊ ഈ വീടോ? ആ, തരാം. തരൂ. തരാം. പാവ അമ്മ, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. മനസ്സ് മാറിയിട്ട് ഈ സാരി തിരിച്ചു ചോദിക്കുവോ? എടാ, എനിക്കും ആഗ്രഹമില്ല തല്ലട വേണുക്കുട്ടാ. ആ സ്വർണ്ണപ്പല്ല അമ്മയെടുത്ത് എവിടെ ഒളിപ്പിച്ചു വെച്ചതാ. എന്തൊക്കെ സ്വപ്നമായിരുന്നല്ല വേണുക്കുട്ടാ, കഷ്ടമായി. അല്ല, വണ്ടി നോക്കാൻ പോണം. പിന്നെ ആ, ശരി വച്ചോ, ഞാൻ വിളിക്കാം. ഇപ്പൊ കുറച്ച് തിരക്കില്ല. ആരായിരുന്നു അച്ഛാ ഫോണില്? ആരായ നിനക്കെന്ത്? എനിക്കറിയാം, വേണുങ്ങളല്ലായിരുന്നോ? വേണു അങ്കിൾ. എടേ, അവൻ എന്റെ കൂട്ടുകാരനാ. എന്നെ ഇടക്കിടക്കൊക്കെ വിളിക്കും. ഞങ്ങൾ തമ്മിൽ ബിസിനസ് ഉണ്ട്. രണ്ടും കൂടെ എന്നെ സൈഡാക്കാനാ പ്ലാൻ അല്ലേ? എന്തൊന്ന് ഭാഷയുടെ ഈ പറയുന്നത്? സൈഡാക്കാനാ? നീ എന്താ ഈ ഇലക്ട്രിക് പോസ്റ്റ് വല്ലതും ആണോ?
അത് തന്നെ ഞാൻ പറഞ്ഞ എന്നെ പോസ്റ്റാക്കാണ് രണ്ടും കൂടെ പ്ലാൻ ഇടുന്നത്. എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ല ഇല്ലേ? ആ എന്നാ പോയി വിട്ടോ വിട്ടോ വിട്ടോ, കളം ഫ്രീ ആക്ക്. അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതിന്റെ ഷെയർ എനിക്ക് വേണം.